അപ്പോൾ നമ്മുടെ കിടക്കാച്ചി ഡെറാഡോ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാട്ടെ, എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാം. നോക്കിയാൽ എൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഞാൻ അതുകൊണ്ടാണ് സന്ധ്യ നേരം തന്നെ വന്നത്, ഈ ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറട്ടെ. പഴയ വണ്ടികളൊക്കെ മാറ്റി പുതിയ വണ്ടികളാക്കി. അതെല്ലാം എന്താണ് ഇപ്പോൾ അങ്ങനെ മാറ്റാൻ കാരണം? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് ഇനി നോക്കാം എങ്ങനെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നോക്കി ഇതുപോലെ ഉണ്ടോ ലൈറ്റപ്പൊക്കെ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹലോ നമസ്കാരം, വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം അഞ്ചലിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാൻ കാരണം നമ്മുടെ പുറകിലെ ഒരു ഫോട്ടോ കണ്ടോ, അതന്നെ സംഭവം. അപ്പോൾ നമ്മുടെ ഡെറാഡോ ട്രാവൽസിൻ്റെ ഒരു 5-6 മാസം മുന്നേ നമ്മളൊരു മോണോ ബസ്സിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഇവിടെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുണ്ടായിരുന്നു, പക്ഷേ നമ്മളൊരു വണ്ടിയും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തോമസൺ സാർ ഇതിൻ്റെ ഓണർ നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക, അനിയൻ ചേട്ടൻ ഒരു ബന്ധം പോലെയാണ്. ഭയങ്കര അടുത്ത ഒരു ആത്മബന്ധമുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പുതിയ വണ്ടികൾ വരാനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വരവാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വലിയൊരു വരവായിരുന്നു. 4 വണ്ടി ഒരുമിച്ച് പ്രകാശിൽ നിന്ന് ഇറക്കിയൊരു വരവ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആരും അങ്ങനെ ആ ഒരു മാസം കാട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. 4 വണ്ടിയാണ് ഒരുമിച്ച് ഇറക്കേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിരുന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഡെറാഡോൻ്റെ അഞ്ചലിലുള്ള ഷെഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡെറാഡോൻ്റെ ഷെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് അവരുടെ വണ്ടികൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. 3 വണ്ടി പുത്തൻ വണ്ടികൾ
സെഡ് അസ്ത്ര മോഡൽ പുതിയ വണ്ടികൾ 3 ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു വണ്ടി നാല് വണ്ടി ടോട്ടൽ എടുത്തതിൽ ഒരു വണ്ടി പണിയാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തോ കുറച്ച് പണികളും ബാക്കിയുണ്ട്, അപ്പോൾ അത് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ കിട്ടിയില്ല, അതുകൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു. അപ്പോൾ 4 പുത്തൻ വണ്ടിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെഡോൺ മോഡൽ വണ്ടിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 34 സീറ്റ് വണ്ടി ചേസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി കെട്ടാൻ കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ അടുത്തത് കെട്ടാൻ കൊണ്ടുപോകും. മാത്രമല്ല പിന്നെ അറിഞ്ഞത് ഒരു 26 സീറ്റ് പുതിയ ട്രാവലർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അന്ന് ചെയ്ത മോണോ ബസ് എന്നാണ് ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ ഫോഴ്സിൻ്റെ മോണോ ബസ് തന്നെ. ഞാൻ ഇസൂസിൻ്റെ മറ്റേ വണ്ടി തമ്മിൽ എപ്പോഴും തെറ്റിയത്. അപ്പോൾ ആ മോണോ ബസ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ മോണോ ബസ് ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ കാണാനില്ല കേട്ടോ. ആ മോണോ ബസ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അതും അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സും വർക്കുകൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ടോട്ടല് 5 വലിയ ടൂറിസ്റ്റ് ബസ്സും പിന്നെ ഈ കിടക്കണ നമ്മുടെ ഈശ്വർ ഇപ്പോൾ ബോഡി കയറ്റി വരാനുള്ള 34 സീറ്റ് വണ്ടി ഇത്, പിന്നെ 26 സീറ്റ് പുതിയ വണ്ടി, പിന്നെ മോണോ ബസ് വേറെ അല്ലേ. അപ്പോൾ എത്രത്തോളം വണ്ടികളായി നോക്കി. ഇതിലിപ്പോൾ പഴയ വണ്ടികൾ ഒന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ. ഒരു 19 സീറ്റ് ട്രാവലർ അവിടെ കിടക്കുന്നുണ്ട്, 14 സീറ്റ് ട്രാവലർ വേറെയുണ്ട്. പിന്നെ ഇതിലിപ്പോൾ സെഡോൺ മോഡൽ ഒരു വണ്ടിയുള്ളൂ. ഈ ഒരു വണ്ടി മാത്രമാണ് ഇതിൽ പഴയത് പറയാൻ പറ്റില്ല കേട്ടോ. ഇതും നല്ല A ക്ലാസ് വണ്ടിയായിട്ടാണ് കിടക്കുന്നത്, പുതിയ ലെവലിലാണ് കിടക്കുന്നത്. ഒരു വണ്ടിയും പഴയതില്ല ഇവിടെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഓരോ വണ്ടികളും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനൊക്കെ ഞാൻ അവസാനം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഞാൻ ആദ്യം ഞാൻ സന്ധ്യ ഇവിടെ എത്തുമ്പോൾ രാവിലെ പുറപ്പെട്ടതാണ്, വൈകുന്നേരമായിട്ട് നമ്മൾ കൊല്ലം 5 എത്തിയത്. അപ്പോൾ ലേറ്റ് പോണേക്കോട് മുന്നേ നമുക്ക് വീഡിയോ ഒന്ന് സെറ്റാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അത് അവസാനം അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഡെറാഡോൻ്റെ 4 പുത്തൻ വണ്ടികളിലെ ഒരു വണ്ടി കേട്ടോ. അതിന് നല്ല ഒരു കളറ് സെൻസ് നല്ല രസമായിട്ടുണ്ട്, ടോണൊക്കെ നന്നായിട്ടുണ്ട്. അതായത് ഒരു വൈലറ്റ് ഷെയ്ഡിലാണ് ഡൊറാഡോ. ഞാൻ ഡെറാഡോ എന്നാണ് പറഞ്ഞത്, ഡൊറാഡോ എന്നാണ് ശരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്. ഡൊറാഡോ ഞാൻ എപ്പോഴും നമ്മളത് തെറ്റും. ഡൊറാഡോ എന്ന് എഴുതിയിട്ടുണ്ട്. ഡൊറാഡോയുടെ ഞാൻ നല്ല രസമുണ്ട് ഫോണ്ട് കാണാനായിട്ട്. പിന്നെ താഴെയായിട്ട് DRAX എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ദ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നിക്ക് നെയിം ഈ വണ്ടിയുടെ, ഡെറാഡോൻ്റെ. ഈ ഒരു ആദ്യത്തെ വണ്ടി നമ്മൾ കാണിച്ച വണ്ടിയുടെ നിക്ക് നെയിം കാര്യങ്ങളൊക്കെ അതാണ്. ഓവറോൾ ലുക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സെഡ് അസ്ത്ര മോഡൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇങ്ങനെയാണ് അതിൻ്റെ കവളും കാര്യങ്ങളൊക്കെ ശരിയാണ് നമ്മൾ പറയണതാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ വണ്ടിയിലേക്ക് പോകാം. ഈ ഒരു വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് സെഡോൺ മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ നിക്ക് നെയിം വന്നേക്കുന്നത് ലക്ഷ്മണ പെരുമാൾ എന്നാണ് കേട്ടോ. മുകളിൽ ഡൊറാഡോ എന്ന് പറഞ്ഞുള്ള നെയിമിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. സെഡോൺ മോഡലായി കാണാം. സെഡോണിൻ്റെ സ്റ്റൈലൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് സെഡോൺ എന്ന് വെച്ചാൽ തലയെടുപ്പ് കൂടുതലാണെന്നാണ് പൊതുവേ പറയുക. അപ്പോൾ ഈ 2 വണ്ടിയും ആനയൊക്കെ നിർത്തിയ പോലെ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് ഏത് വണ്ടിക്കാണതിൽ തലയെടുപ്പുള്ളതെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും സെഡോണ് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ ഈ സെഡ് അസ്ത്രയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട് ഒരു പുതിയ വണ്ടി സെഡോൺ മോഡലിൽ കെട്ടിയിറങ്ങുന്നത്. അവർ കെട്ടിക്കൊടുക്കുന്നുണ്ട്, പ്രകാശ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. റേറ്റും കുറവ് തന്നെയാവണം ഈ സെഡ് അസ്ത്ര ബോഡിയേക്കാട്ടും എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്താണ് ആൾക്കാർ വാങ്ങാത്തതിൻ്റെ പ്രശ്നം എന്താണല്ലേ, ഈ ഒരു വണ്ടി സെഡോൺ മോഡൽ കാണുമ്പോൾ അത് പഴയ വണ്ടിയാണെന്ന് ചിലരും പറയും, അതാണ് പ്രശ്നം. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ നമ്മൾ പുത്തൻ വണ്ടി ഒരെണ്ണം കണ്ടു കഴിഞ്ഞു, പിന്നെ സെഡോൺ കണ്ടു. പിന്നെ ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഈശ്വറാണ്, പുത്തൻ 34 സീറ്റ് ഈശ്വറാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഒരു എക്സ്പ്ലോർ ട്രാവൽസിൻ്റെ ഈശ്വർ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതേ സംഭവമാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറ്റിക്കാട്ട് മോട്ടോഴ്സ് എന്നാണ് ഇവർ ഈശ്വർ എടുത്തിട്ടുള്ളത് എന്നതിൽ കാണാം. ഡൊറാഡോ എന്ന് അതിൻ്റെ മുകളിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ചേസ് നമ്മൾ കുറേ റിവ്യൂ ചെയ്തതാണ്, പല വണ്ടികളും റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോണറ്റ് ഹുഡും കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ ഗിയർ ബോക്സ് കാര്യങ്ങൾ, ജോയിൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാറ്ററി അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റെപ്പിനി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ ഇത്രയും ലൈറ്റ് നമ്മുടെ ടെയിൽ ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടല്ല വന്നേക്കണം. ഇത് നമ്മൾ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാം. ഇതിൻ്റെയും പിന്നെ ട്രാവലർ 26 സീറ്റും പിന്നെ അതുപോലെ തന്നെ മോണോ ബസ് പണി കഴിഞ്ഞതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടികളിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ചേസിൻ്റെ വിശേഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ ഒരു പുതിയ വണ്ടി പരിചയപ്പെട്ടു. ഇവിടെ ചേസ് കണ്ടു. ചേസിന് ശേഷം പിന്നെ രണ്ടാമത്തെ വണ്ടി.
ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് തീമിലാണ് ഇതിൻ്റെ നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ബോൺ ടു റൂൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ നിക്ക് നെയിം. അതൊരു സിംഹത്തിൻ്റെ ഒരു തല വെച്ചിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ താഴെയായിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല ഒരു ഭംഗിയായിരിക്കുന്നുണ്ട് ഈ വണ്ടി കാണാൻ. ഇതിൽ അപ്പോൾ ആ KL 25-6-37-73, KL 25-6-18-69 ഈ രണ്ടെണ്ണം ഇപ്പോൾ ചാലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പുറത്തൊരു വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി ഓടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇത് പുതിയ രജിസ്ട്രേഷനാണ്, കണ്ടില്ലേ, T1223KL 8953 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെമ്പററി രജിസ്ട്രേഷനാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഓടാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് പുതുപുത്തൻ വണ്ടിയാണ്. അല്ല, എല്ലാം പുതുപുത്തൻ തന്നെ, അല്ല ഇത് തീരെ ഓടാത്ത വണ്ടിയാണെന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടും കാര്യങ്ങളൊക്കെ ഇതുപോലെ റെഡ് തീമിലാണ് വന്നേക്കണേ. ഡൊറോഡോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തസ്കര വീരൻ എന്നാണ് ഇതിൻ്റെ നിക്ക് നെയിം വന്നിട്ടുള്ളത്. 2.0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്, നല്ല രസമുണ്ട്. പിന്നെ സ്ഥിരം നമ്മൾ പറഞ്ഞ VSX വണ്ടിയിൽ ഇപ്പോൾ പറഞ്ഞ OBD2 സീരീസിൽ പറഞ്ഞ ലൈലൻഡ് വണ്ടിയാണിത്. ഞാൻ അത് ലൈലൻഡാന്ന് പറഞ്ഞില്ലല്ലോ, ലൈലൻഡ് വണ്ടിയാണ് കേട്ടോ അത്. OBD2 സീരീസിൽ പറഞ്ഞ ലൈലൻഡാണ്, VSX വണ്ടിയാണ്, സെഡസ്ത്ര മോഡൽ പ്രകാശ് ബിൽറ്റ് വണ്ടിയാണ്. പിന്നെ സ്ഥിരം നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇതിൻ്റെ, നമ്മൾ ഒരുപാട് റിവ്യൂ ഇങ്ങനത്തെ വണ്ടികൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെല്ലാ വണ്ടി ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 3 വണ്ടി ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3+1 സെഡോണാണ് എന്ന് മാത്രം കേട്ടോ. എന്തായാലും എന്താ പറയുക, ഇങ്ങനെയൊക്കെ വണ്ടികൾ ഒരുമിച്ചൊരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ച് ഒരുപാട് വണ്ടികൾ ഇതുപോലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അതും ഒരു വണ്ടി തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്ത്. ഒരു വണ്ടിക്ക് വരാമെന്ന് പറഞ്ഞാൽ 65 ലക്ഷത്തോളം രൂപ വില വരും. പിന്നെ സെറ്റ് വർക്ക് 5-10 ലക്ഷം ചെയ്യുമ്പോൾ 65-10-75 ലക്ഷത്തോളം വരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റാത്ത കാലത്ത് ഇവിടെ ഇദ്ദേഹം 4 വണ്ടി ഒരുമിച്ച് ബോഡി കെട്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളതൊരു ഹാറ്റ്സ് ഓഫ് സല്യൂട്ട് ചെയ്യണം ആളാണ്. ശരിക്ക് ഒരു സംഭവം തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഇവരുടെ ആദ്യം തന്നെ നിങ്ങൾ മുന്നുള്ള വ്ളോഗർമാർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഏറ്റവും അടിപൊളി ഷെഡ്, അതായത് വീട് ആണ് ഒരു വണ്ടികൾക്ക് പണിത് കൊടുത്തു എന്നുള്ള ഒരു പേരൊക്കെ ഇവർക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലേ, സ്വന്തമായിട്ടൊരു നമുക്കുള്ള വീട് പോലെ തന്നെ വണ്ടികൾക്കൊരു വീട്, ഒരു ഷെൽട്ടർ, അതൊക്കെ ഇവർ ചെയ്തത് ഈ ഡറോഡ മാത്രമാണ്. അപ്പോൾ അത് ആൾ നല്ലൊരു വണ്ടിപ്രാന്തനാണ്, എനിക്കറിയാം. ഞാൻ എപ്പോഴും മെസ്സേജൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്. അപ്പോൾ ആളെപ്പോഴും നമുക്കെന്നും തുറന്ന് പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ ആൾ നല്ല, ഞാൻ എപ്പോഴും ചോദിക്കാറ് ഇങ്ങനെ വണ്ടികളൊക്കെ എടുത്ത് കൊടുത്ത് ഭയങ്കര പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ വണ്ടിയോടുള്ള അത്രയും ആളുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ ആളെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ല, തിരുവനന്തപുരത്താണ്. അപ്പോൾ ഭയങ്കര വണ്ടിപ്രാന്താണ് ആൾക്ക്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും വണ്ടികളൊക്കെ ഒരുമിച്ചൊക്കെ ഇറങ്ങണത്, വേറെ ഒന്നുമല്ല. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണണം. ഏത് വണ്ടിയിലാണോ സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൈറ്റും സെറ്റൊക്കെ നമുക്കൊന്ന് കാണണം. പിന്നെ ഒരു വണ്ടിയുടെ മാത്രം കാണിച്ചു തന്നാൽ പോരെ, സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ. പുതിയ വണ്ടി ലിങ്ക ലെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ, ലിങ്കാലെഡ്. അപ്പോൾ മറ്റേ പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ലിങ്കാലെഡ് അല്ല, ലിങ്കിലെഡ് എന്താ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കൺസൾട്ടൻസിയാണ്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2 വണ്ടിയുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇത് ഷെഡിൻ്റെ ബാക്ക് വശത്തേക്ക് എത്തി നമ്മൾ. അപ്പോൾ പുറവശത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ പുതിയ വണ്ടി ഇതിൽ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, സ്റ്റിക്കർ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുറകിൽ വരുമ്പോൾ ഇതുപോലെ ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം മറ്റേ വണ്ടിയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം ഓവറാക്കേണ്ട വെച്ചിട്ടൊന്നും പറയാത്ത കേട്ടോ. പിന്നെ ടൈൽ ലാംപ്സ്, പിന്നെ ബാക്കിൽ കർട്ടൻ, പ്രകാശിൻ്റെ ഒരു നെയിമിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇങ്ങനെയുള്ളൂ. ഇനിയിപ്പോൾ ബാക്കിൽ ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം പറയേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയാത്ത കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ബാക്കിലൊരു ഡൊറാഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈനിൻ്റെ ചിഹ്നത്തോടു കൂടി ഒരു സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ നമുക്ക് ക്യാമറ ഓപ്ഷനൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ 2 വണ്ടിയും കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോവാം. ഇത് ജെയ്സാണ്, നമ്മൾ അതിനെ പോകുമ്പോൾ കണ്ടതാണ്. ഇത് സെഡോൺ വണ്ടിയാണ്. സെഡോണൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ, എല്ലാം കാണാൻ നല്ല വൈബുള്ള വണ്ടിയാണ്. പെരുമാൾ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലുള്ള സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡറാഡോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എഴുതിയേക്കണേ, ഓറോവിൽ അല്ലേ,
പിന്നെ ഓരോ വണ്ടിയുടെ മുകളിലും ഈ സൈഡിലൊക്കെ കുറേ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് പോവാം. ഈ വണ്ടിയുടെയും ബാക്ക് വന്ന് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഒരു ബ്രൗൺ തീമുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ സന്ധ്യ ആവാറായി, ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിവിടെ പുറത്തേക്ക് കിടക്കണം. ഷെഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ശരിക്കും ഞാൻ ആലോചിച്ചു ഇതെല്ലാം കൂടിയിട്ടൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ടൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്താലോ ഒന്ന്. അപ്പോൾ പിന്നെ എല്ലാ ഡ്രൈവർമാരും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് നിന്നില്ല എന്ന് മാത്രം. നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് പോവാം. സൈഡിൽ നിന്ന് പ്രൊഫൈലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, ഇവിടെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെഡിന് നല്ല സുഖമാണ്. അവിടെ ക്ലീനർമാർക്കോ ഡ്രൈവർമാർക്കോ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഷെഡിൽ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ എന്താ അടി വെച്ച മണ്ണിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് മുകളിൽ. ഞാൻ ഫുള്ള് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ അടിപൊളി ആയിട്ടുള്ളൊരു സംഭവം തന്നെ. എന്നാൽ ഈ ഒരു പുതിയ വണ്ടികളുടെ മുകളിലൊന്നും അധികം വർക്ക് ചെയ്തിട്ട് വൃത്തികേടാക്കി അങ്ങനെ സംഭവമൊന്നുമില്ല. ആവശ്യത്തിന് വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ നമുക്ക് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അത് അവരെ അതിന് മുന്നേ നമുക്കിതിൻ്റെ ക്രൂ മെമ്പേഴ്സിനൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതിൻ്റെ ഇവിടെയുള്ള മാനേജർ ചേട്ടനൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓവറോൾ ബാക്കിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഷെഡിൻ്റെ എങ്ങനെയുണ്ട്? ഡൊറാഡോ ട്രാവൽ ഹബ്ബ് അടിപൊളിയായിട്ടില്ലേ കാണാനൊക്കെ ആയിട്ട്? നല്ല വൈബല്ലേ? അപ്പോൾ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. എന്താ ചേട്ടൻ്റെ പേര്? വിഷ്ണു. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ അന്ന് വന്നപ്പോൾ? അതെ അതെ, ഈ ചേട്ടനെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചേട്ടൻ? സജിത്ത് അല്ലേ? ഇവിടെ ക്രൂ. ഓക്കെ. പിന്നെ എന്താണ് പേര്? അനന്തു. ബദറെ? ശരത്ത് അല്ലേ? ഏത് വണ്ടിയിലെ? ഓക്കെ. എന്താ പേര്? വിഷ്ണു. ചേട്ടൻ്റെ? ഷംലാസ്. ബസ് എടുക്കണു അല്ലേ? എന്താ ബദറെ? മനു. ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിലെ ആൾക്കാർ. മൊത്തം നമ്മുടെ ഫുൾ ടീം വന്നിട്ടില്ല. കുറേ ആൾക്കാരൊക്കെ ഇനി വരാനുണ്ട്. കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും ഇതിൻ്റെ മെയിനായിട്ടുള്ള അതെ അല്ലേ? ഇൻസ്റ്റയിൽ അല്ലേ? ഓക്കെ. നമ്മളെ ഈ വീഡിയോ വരുമ്പോൾ ഒന്ന് സെറ്റാക്കിട്ടെ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടാണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ട്രാവൽസിന്റെ ഒക്കെ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്താ പേര്? ജോസഫ്. ഇപ്പൊ എങ്ങനെ പോകുന്നു നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. പഴയ വണ്ടികളൊക്കെ മാറ്റി പുതിയ വണ്ടികളാക്കി. അതെല്ലാം എന്താണ് ഇപ്പൊ അങ്ങനെ മാറ്റാൻ കാരണം? ഈ ഒരു പുതിയ വണ്ടികളിലോട്ട് വരാനുള്ളൊരു, അതായത് പഴയ വണ്ടിയെക്കാട്ടിലും ബിസിനസ് മൈൻഡ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഓട്ടങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയ വണ്ടികളാക്കി. കാലത്തിനൊത്ത് നമ്മൾ മാറണമല്ലേ? അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയുണ്ട് കേട്ടോ വണ്ടികളൊക്കെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കുറച്ച് ഇരുട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറിയിട്ട് ഇനി നോക്കാം എങ്ങനെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ എന്നൊക്കെ. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നോക്കി ഇതുപോലെ ഉണ്ടോ ലൈറ്റപ്പൊക്കെ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉണ്ടാവും നല്ല ഭംഗിയില്ലേ കാണാൻ? ഫ്രണ്ട് ലൈറ്റപ്പൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അടിപൊളി, രക്ഷയില്ല ശരിക്കും. ആ ഒരു നെയിം ബോർഡൊക്കെ ഉണ്ടില്ല, അടിപൊളിയില്ലേ? സൂപ്പർ ഒരു രക്ഷയില്ല കേട്ടോ. എത്ര കണ്ടാലും മതി വരില്ല നമുക്ക് ഈ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ. എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ കയറാം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ കയറിയിട്ട് പറയാം. സൈഡ് ബോഡി ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ കയറാം. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാനും മുന്നേ ഉള്ളിൽ നിന്ന് കയറിയിട്ട് നോക്കട്ടെ. ഇൻറ്റീരിയറിൽ കയറി നമ്മൾ ഇപ്പോൾ സംഗീത സൗണ്ട് സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിൽ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എന്തൊരു സ്പ്രേ ഒക്കെ പൂശിയിട്ട് തോന്നും. അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ കയറി നല്ലൊരു ആംബിയൻസ് വേണം. എപ്പോഴും ഞാൻ ആ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. വണ്ടിയുടെ ഉള്ളിൽ കയറിയാൽ നല്ലൊരു മണം. ബാക്കിൽ ഉണ്ടല്ലോ ഒരു പഞ്ച് ബോക്സ് എന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് യഥാർത്ഥ സൗണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ സൗണ്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഒരു അടാറ് വണ്ടി തന്നെയാണ് കേട്ടോ. ഉള്ളിൽ കോളേജ് പിള്ളേർക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു ഗംഭീര വണ്ടി, ഒരു രക്ഷയില്ലാത്ത വണ്ടി. എന്തായാലും നമുക്ക് അഭിമാനം തോന്നുന്നു. ഇതിൻ്റെ
ഓണർ ആയിട്ടുള്ള തോമസൻ ചേട്ടൻ നമ്മുടെയും ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് അല്ലേ. ഇത്രയും 3-4 വണ്ടികൾ ഒരുമിച്ചെടുത്ത് ശരിക്കും ഒരു സംഭവം തന്നെ. പിന്നെ നമ്മുടെ മാനേജർ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയനാണ് കേട്ടോ. ആള് ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതിലത്തെ ബാക്കിയുള്ള ഓരോ ക്രൂ മെമ്പേഴ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, ആളൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ എല്ലാവരും അതെ, നമ്മൾ ഫുള്ള് സപ്പോർട്ടായിരുന്നു. പുതിയ സീറ്റ് എന്ത് ഭംഗിയല്ലേ. വൈറ്റ് തീമിലൊരു സീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലേ, അത് വൈറ്റ് തീം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ അപ്പോൾസ്റ്ററി മറ്റേ തന്നെ പ്രകാശിൻ്റെ, പക്ഷേ ഈ സീറ്റ് കവറൊക്കെ വൈറ്റിലാണ് ഇട്ടുള്ളത്. വൈറ്റൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കേടുവരാൻ സാധനമല്ലേ. അപ്പോൾ വൈറ്റ് ഇട്ടാൽ നല്ലതാണ്, പക്ഷേ അത് എപ്പോഴും കാത്തു സൂക്ഷിക്കാനുണ്ട്. ഇപ്പോൾ ചെറിയൊരു മാർക്ക് വന്നാൽ പോലും അത് എടുത്ത് കാണിക്കും. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ഇതുപോലെ നല്ല പ്ലസൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റിൽ അങ്ങനെ ചെയ്തേക്കണേ. പിന്നെ ഈ സൈഡിലൊക്കെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് സ്പീക്കറിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വണ്ടിയുടെയും നമ്മളെടുത്ത് കാണിക്കണില്ല, ചില വണ്ടികളൊക്കെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഓടി ചാടി വന്നതാണ്. ഇവിടെ ഒരു വലിയൊരു ടി വി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വോൾട്ടാസിൻ്റെ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരം പറയേണ്ടതാണല്ലോ. പിന്നെ ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്പേസും ഉണ്ട്. സ്ഥിരം നമ്മൾ കാണാറുള്ള സംഭവങ്ങൾ തന്നെ. ഒരു ബെല്ല്, അതുപോലെ ഒരു ക്ലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടി വി ഇതിൽ ഇവിടെ ഉണ്ട് ഒരു ടി വി കേട്ടോ. ഇവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ടി വി ഒക്കെ വന്നിരുന്നു. ശരിക്കും 3 ടിവിയുടെ ആവശ്യമില്ല. ഒരു 11 മീറ്റർ അല്ലെങ്കിൽ 12 മീറ്റർ വണ്ടിക്കൊക്കെ 2 ടി വി തന്നെ വേണ്ടോ. 13.5 മീറ്ററോ അല്ലെങ്കിൽ 14.5 15 മീറ്റർ വണ്ടികളൊക്കെ ടി വി 3 വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലോ. പിന്നെ ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. 2, 4, 6, 6 ഫാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് 6 ഫാനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെർത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡിലുള്ള ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇരുട്ടാവാൻ വേണ്ടി കാത്തിരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം ഇത്ര ഫീൽഡ് കിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ലൈറ്റ് ഇട്ട് കാണിക്കുന്നില്ല. പിന്നെ സൈഡിൽ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിയമാനുസൃതമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതിനിപ്പോൾ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എല്ലാം കറക്റ്റായിട്ടുള്ള ലൈറ്റ് ഇപ്പോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ ഇതിൽ, അല്ലാതെ അനാവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അടിയിൽ അലുമിനിയം നമ്മുടെ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഫുഡ് പാത്താണ് കാണുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഒരു ചവിട്ടി കാര്യങ്ങളൊക്കെ ഇടാണ്ട് അവർ പറഞ്ഞു. കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാണ്ട്. നമ്മൾ അപ്പോഴേക്ക് ഓടി വന്ന് എടുക്കാൻ വന്നതാണ്. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല. സീറ്റിംഗ് ലേഔട്ട് 3+2 ലേഔട്ട് വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ഗ്ലൈഡറിലേക്ക് തിരിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, 2+2 ലേഔട്ടിലേക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു മാർക്കറ്റ് എപ്പോഴും അങ്ങനെ നിൽക്കും. അതുകൊണ്ടുള്ള എപ്പോഴും സെഡോൺ വണ്ടികളൊക്കെ എപ്പോഴും ആൾക്കാർക്ക് നല്ല ഡിമാൻഡാണ്. ആൾക്കാർ പുതിയ വണ്ടി എടുക്കുന്ന കാരണം വെച്ചാൽ സെഡോണിന് നല്ല വില വരുന്നുണ്ട്. അപ്പോൾ അതിൽ വേണം പുതിയത് എടുക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇനി ഒരുപാട് പറഞ്ഞ് പെരുപ്പിക്കുന്നില്ല, നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ വന്നാൽ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ബാക്കിൽ ആ സെറ്റ് വർക്ക് ചെയ്തതിൻ്റെ ഭാഗത്ത് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത് നന്നായിരിക്കുന്നുണ്ട്. സംഗീത ഓഡിയോസ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സംഗീത ഓഡിയോസാണ് അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. വണ്ടി ഓണിലാണ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലാതെ ഇത്രയും സാധനങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മിക്സർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് പ്രൊസസ്സറാണ്, എന്താ പറയുക സംഭവങ്ങളൊക്കെ. പിന്നെ ഡെറാഡോ എന്ന് പറഞ്ഞാൽ അവരുടെ നെയിമിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഡ്രീം കാച്ചസ് തൂങ്ങി കിടക്കുന്നുണ്ട്. അത് കാരണം ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അനലോഗ് ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റീറിംഗ് വീൽ ഇങ്ങനെയാണ് വരുന്നത്. ലൈലൻഡിൻ്റെ 4 സ്പോക്ക് സ്റ്റീറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഈ സ്റ്റീറിങ്ങിൻ്റെ ഇടയിൽ ഒരു കുരിശും ഒരു മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഈച്ചിൻ്റെ ഇൻഹിബിറ്റ് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരം പറയുന്ന സംഭവം. എഞ്ചിൻ ബ്രേക്ക്, റിട്രാഡർ ഉണ്ടോവോ ഇല്ല, റിട്രാഡർ ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് റിട്രാഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ റിട്രാഡർ ഉണ്ടാവും. പിന്നെ ഡിസ്ക് ബ്രേക്ക്, അതുപോലെ ഫുള്ള് എയർ, അങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറഞ്ഞാൽ. 13 വണ്ടി സ്ലീപ്പർ വണ്ടികളൊക്കെ കണ്ടില്ല, അതൊക്കെ അങ്ങനെയാണ്. ഫുൾ റിട്രാഡർ എല്ലാം സെറ്റപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് വരുന്നത്. ഇത് ക്ലസ്റ്ററിൽ ഇപ്പോൾ പാർക്കിംഗ് ആണെന്നുള്ളത് കാണിക്കുന്നുണ്ട് സൂചന. പിന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ആഡ്ലൂവിൻ്റെ ഫില്ലിംഗ് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം നമ്മൾ പറയുന്ന സംഭവം തന്നെ. കുറേ വണ്ടികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വെറുപ്പിക്കുന്നില്ല പറഞ്ഞ്. പിന്നെ നമ്മുടെ ഇരുന്ന് ഓടിക്കേണ്ട ആ ഒരു ഭാഗം കണ്ടില്ല, ഇത് ഇതുപോലെയാണ് വന്നേക്കണേ. നല്ല സെറ്റാണ്, വൈബാണ്. പിന്നെ 6+1 അതിന് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ക്ലച്ച് ബ്രേക്ക് പെഡലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സംഭവം ഇരുട്ടായി, 7 മണി 7:30 മണി കഴിഞ്ഞു. കുറേ ബൊമ്മകളും കാര്യങ്ങളൊക്കെ, ബുദ്ധൻ്റെ ഫോട്ടോസും കാര്യങ്ങളും, ഇതൊക്കെ ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഇവർ കൊടുക്കുന്നു.
പല ഭാഗത്തുനിന്ന് ഗോവയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഉള്ളിൽ ഇതുപോലെ ഡ്രീം കേച്ചേഴ്സും മയാണ്. നമ്മളിതുപോലെ ആണ്ടവറിൻ്റെ ചെയ്യാൻ പോയപ്പോഴും ഇതുപോലുള്ള ഈ സാധനമൊക്കെ ഈ എന്താ പറയുക നെയിം ബോർഡ് നമ്മൾ കണ്ടത്. നെയിം ബോർഡ് വെച്ച് ഓടിക്കാൻ പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. നല്ല മിന്നായി ഇങ്ങനെ മിന്നി വരുന്നുണ്ട്. ഭംഗിയല്ലേ കാണാനായിട്ട്. അത്യാവശ്യം പൈസ ഇറക്കിയിട്ടുണ്ട് കണ്ടോ മുകളിൽ. ഫാനും കാര്യങ്ങളുണ്ട്, ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ. കോപ്പൈലറ്റിൻ്റെ സീറ്റ്, പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തേക്കണത്. ഉണ്ടോ, നന്നായിരിക്കുന്നുണ്ട്. സ്ഥിരം നമ്മൾ കാണുന്ന സംഭവങ്ങളൊന്നല്ല ഇവിടെ യൂസ് ചെയ്തേക്കണേ. കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈസിയുടെ എത്ര അവർ വർക്ക് ചെയ്തു എന്നുള്ള മണിക്കൂറിനാണല്ലോ, അതൊക്കെ വേറെ സൂചനാ ബോർഡ് കാണിക്കുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് വേണ്ട ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നന്നായിരിക്കുന്നുണ്ട് ഓവറോൾ പറയാൻ. ഞാൻ റീം കേച്ചേഴ്സ് വലിയ റീം കേച്ചർ കിടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഇയാൾ കിടക്കണമൊക്കെ തോന്നിയിട്ട് ഈ ഒരു നെയിം ബോർഡ് കാണുമ്പോൾ എന്ത് വലുപ്പമല്ലേ. എന്തായാലും നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി അതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം, എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ കിടക്കാച്ചി ഡെറാഡോ ട്രാവൽസ് ഒന്ന് ഓടിച്ച് നോക്കാട്ടെ, എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാം. നോക്കിയാൽ എൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഞാൻ അതുകൊണ്ടാണ് സന്ധ്യ നേരത്തെ തന്നെ വന്നത്, ഈ ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറട്ടെ. വാ, അതേ കയറിക്കും ആദ്യം. ഇതേ വണ്ടിയുടെ ഒരു ടൈറ്റ് ഉണ്ട്, ഇത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വണ്ടി നമുക്ക് കുറച്ചുകൂടെ ഓടിക്കണം, അധികം ഓടിക്കണില്ല. ജസ്റ്റ് നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നത് മാത്രം കേട്ടോ. ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ മുന്നേ നമ്മൾ ആണ്ടവറൊക്കെ ചെയ്തില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നത്. നമ്മൾ സ്ട്രൈറ്റിനല്ലേ. ഫ്രണ്ടില് നമ്മുടെ സുഹൃത്തുക്കള് വീഡിയോ ഒക്കെ എടുക്കണ്ട. റോഡൊക്കെ ഒന്ന് കാണിക്കുമോ, എന്നെ മാത്രമായിട്ട് കാണിക്കണ്ട. നമ്മുടെ ഈ ലൈറ്റിന്റെ ബോർഡ് സംഭവങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ശരിക്ക് ഈ ലൈറ്റ് എടുത്ത അപ്പൊ കണ്ണിലേക്ക് ഒരു ഇത് ശരിക്കും ഓടിക്കുമ്പോ ഒരു ശരിക്കും പ്രശ്നമാണോ അത്? ഇങ്ങനെ ഈ നെയിം ബോർഡ് വരുമ്പോ മാത്രമുള്ളൂ അല്ലേ? അതാണ് ചോദിച്ചത്. ആ പറ്റില്ല, അതാ ഞാൻ ചോദിച്ചത്. അതാ ചോദിച്ചത്. നമ്മള് സ്ട്രൈറ്റാ ലെഫ്റ്റാ? നല്ല റോഡുകളാണ് കേട്ടോ അവിടുത്തെ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള്, അതായത് ഡെറാഡോന്റെ എല്ലാ ടീമും, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, പിന്നെ നമ്മുടെ ഓണർ ചേട്ടൻ, എല്ലാവരും ഇതിന്റെ ഉള്ളിലുണ്ട്. എല്ലാവരും ഒന്ന് കാണിച്ചോ. അവര് നമ്മുടെ വേറെ സുഹൃത്തുക്കള് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ നല്ല കൊറേ, അതായത് ഒരുപാട് വണ്ടി ചെയ്ത് കൊറേ. ഇത് ഓരോ സത്യം പറയാലോ, ഓരോ വണ്ടി ഓടിക്കുമ്പോ ഓരോ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ശരിക്കും എല്ലാം BS6 ആണ് വണ്ടി കയറില്ല, പക്ഷെ ഇപ്പൊ ഇത് ഓടിക്കുമ്പോ നമുക്ക് കിട്ടുന്നത് വേറൊരു ഫീലാണ്. നല്ല ഒന്നുകൂടി ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല ഒതുങ്ങിയ, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു വണ്ടി പോലെ തോന്നുന്നുണ്ട് ഓടിക്കുമ്പോൾ. നമ്മളിങ്ങനെ കുറെ വണ്ടികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല, അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റി എനിക്ക്. ഇപ്പോൾ ഒരാൾ ഒരു വണ്ടി മാത്രം ഓടിക്കാച്ച ആൾക്ക് ഇതിപ്പോൾ എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ ഓടിക്കുന്ന വണ്ടി അടിപൊളി അങ്ങനെ ഫീല്. അതെ കുറെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ടാ പറയാം, എനിക്ക് അതോടെ എല്ലാ വണ്ടികളിലും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചേട്ടനാണ് ഞാൻ എല്ലാ സാധനങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോ ആർക്കില്ലെങ്കിലും ചേട്ടനെ അയച്ചു കൊടുക്കും. അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ് ഞങ്ങള്.
അപ്പൊ എന്തായാലും ആള് ഫുൾ സപ്പോർട്ടാണോ നമുക്ക്. ആളെന്നല്ല എല്ലാവരും ഉണ്ട്. അവരുടെ ഗ്രൂപ്പ് തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളുള്ള ആൾക്കാരാണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും അടിപൊളി ഒരു വണ്ടി ഇല്ല എനിക്ക് തോന്നണം കേട്ടോ. അത്രയും അത് മാത്രമല്ല ഒരുമിച്ചൊക്കെ 4 വണ്ടിയൊക്കെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ. ആ അതെ, 2 വണ്ടിയല്ല 2 വണ്ടിയല്ല അല്ലേ, 4 വണ്ടി. പോകാൻ കിടക്കുന്നേ ഉള്ളൂ. അതെയാ. അപ്പൊ ഇതൊക്കെ വെറും എന്താ പറയാ, ഇതൊക്കെ ചെറിയൊരു സാമ്പിള് മാത്രമേ. ഭയങ്കര അടിപൊളി. നമ്മളൊക്കെ വീഡിയോ എടുക്കണ്ട അവിടെ. അപ്പൊ എന്തായാലും നമ്മൾ കുറെ ഓടിച്ച് വെറുപ്പിക്കണില്ല. നമ്മളിവിടെ എവിടെയായിട്ട് ഒതുക്കുകയാണ്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വണ്ടി നമുക്ക് കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഓടിക്കണല്ലോ, അതല്ലേ നമ്മുടെ ഒരു രീതി. അതുകൊണ്ട് ഓടിച്ചത് മാത്രം കേട്ടോ. എന്തായാലും ഞാൻ ചേട്ടൻ്റെ വണ്ടി അത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. 4 വണ്ടിയൊക്കെ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. അത് ഒരു വണ്ടിയുടെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് ഈ 4 വണ്ടി. അതിന് ശരിക്ക് ആൾക്ക് ഹാറ്റ്സ് ഓഫാണ്. കുറച്ച് അങ്ങോട്ട് കയറ്റി ഇറക്കാം. ഞാൻ ശരിക്കും ഞാൻ അവിടുത്തെ പറഞ്ഞേ അത് ആ ഇറങ്ങിയ സമയത്ത് ചെയ്യണം. ഒരുമിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതെന്തോ ഒന്ന് നടന്നില്ല. അതെ അല്ലേ. അതാണ് ഞാൻ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്ന. ഭയങ്കര മിസ്സിങ് ആയി. എന്തായാലും ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വൈൻഡപ്പ് ചെയ്യട്ടെ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും കൂടി കാണിച്ചു കൊടുത്തോളും എൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. ഈ നേരത്തെ എടുത്ത എന്താ വെച്ചാലേ വേറൊന്നല്ല. ഈ നേരത്തെ എടുത്ത വെച്ചാൽ ഇത് എല്ലാം കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറൊന്നല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ. ഹാൻഡ് ബ്രേക്ക് ഇടുന്ന കൂടി കാണിക്കാം. ഇത് നല്ലൊരു സൗണ്ടാണ്. ശരി.